ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതുപോലെ തന്നെ 2022 തീംസാണ്, പ്രമേയങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൈൻഡിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചെറിയൊരു മോക്ക് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിൽ നിൽക്കുന്നുണ്ടെന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ലോക സമാധാന ദിനം ലോക സമാധാന ദിനം സെപ്റ്റംബർ 21 എന്നാണ് ലോക സമാധാന ദിനം സെപ്റ്റംബർ 21. ഓക്കെ, ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം ഇപ്പം കുറേ ഡൈവേഴ്സുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡൈവേഴ്സൊക്കെ നടക്കാനുള്ള മെയിൻ കാര്യം എന്തായിരിക്കും? 2 പേരിലെ ഒരാളുടെ ടെമ്പർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? സമാധാനമൊക്കെ പോവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോക സമാധാന ദിനം എന്ന് പറയുമ്പോൾ 2 പേരിലെ 1. അപ്പോൾ 21 നമുക്ക് ആലോചിക്കാം അല്ലേ. ടെമ്പർ ഞാൻ ഉദ്ദേശിച്ചത് സെപ്റ്റംബർ ആണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 21 എന്താണ്? ലോക സമാധാന ദിനം. 2 പേരിലെ ഒരാളുടെ ടെമ്പർ തെറ്റിക്കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടും എന്ന് ആലോചിക്കാം കേട്ടോ. ഇനി 2022 പ്രമേയം എന്താ? വംശീയത അവസാനിപ്പിക്കുക, സമാധാനം കെട്ടിപ്പടുക്കുക. അതായത് എൻഡ് റേസിസം, ബിൽഡ് പീസ് ആണ് കേട്ടോ. റേസിസം എൻഡ് ചെയ്യുക, പീസ് ബിൽഡ് ചെയ്യുക. വംശീയത അവസാനിപ്പിക്കുക, സമാധാനം കെട്ടിപ്പടുക്കുക. ഓക്കെ ആണല്ലോ, നമുക്ക് റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ജൂൺ 5 ജൂൺ 5 എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 എന്ന് പറയുന്നത് അതിൻ്റെ തീം ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി കേട്ടോ. ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. 2022 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചാണ് അല്ലേ. ഏതാ? സ്വീഡൻ ആണ്. 2022 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്വീഡൻ. അപ്പോൾ നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? സ്വീഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീടായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണമല്ലോ. അപ്പോൾ പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ക്ലെൻലിനെസ് ഒക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏത് രാജ്യമാണ്? സ്വീഡനാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ജൂൺ 5 നിങ്ങൾക്ക് അറിയാം ലോക പരിസ്ഥിതി ദിനം. അതിന് ഞാൻ പ്രത്യേകിച്ച് കോഡ് പറയുന്നില്ല. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഓൺലി വൺ എർത്ത് ആണ്, ഒരേ ഒരു ഭൂമി. 2022 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്വീഡൻ. ഇനി അടുത്ത് നോക്കാം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന ജൂൺ 7 അല്ലേ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. ഇനി അതിൻ്റെ തീം എന്ന് പറയുന്നത് സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. സേഫ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്ത് ബെറ്റർ ആവും അല്ലേ. സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. ഇനി നമ്മളെങ്ങനെ ആലോചിക്കുന്നത്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊണായിട്ട് ആലോചിക്കാമല്ലോ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഊണല്ലേ, ചോറൊക്കെയല്ലേ. അപ്പം അങ്ങനെ ജൂണായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, ജൂൺ. അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ സുരക്ഷയല്ലെങ്കിൽ നമ്മുടെ 7 നടത്തേണ്ടതായിട്ട് വരും അല്ലേ. 7 കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഊണ് ആലോചിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം സുരക്ഷയല്ലെങ്കിൽ നമ്മുടെ 7 നടത്തേണ്ടി വരും. അപ്പോൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന ജൂൺ 7 എന്നാണ് ജൂൺ 7. 2022 തീം എന്താ? പ്രമേയം എന്താ? സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത് കേട്ടോ. സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. അടുത്ത നോക്കാം, ലോക സമുദ്ര ദിനം. എന്നാൽ ലോക സമുദ്ര ദിനം ജൂൺ 8 കേട്ടോ. എന്നാണ് ജൂൺ 8. ഇനി 2022 പ്രമേയം എന്താ? റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദി ഓഷ്യൻ. എന്താണ്? റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദി ഓഷ്യൻ. റീവൈറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ലേ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പുതിയ ജീവൻ നൽകുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. റീവൈറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ പുതുജീവൻ നൽകുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ സമുദ്രത്തിലൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടുന്ന ആലോചിക്കാം കേട്ടോ. 8ന്റെ പണി, അങ്ങനെ നമുക്ക് 8 കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ലോക സമുദ്ര ദിനം 8 നമ്മൾ ഓർത്തു കേട്ടോ. അതുപോലെ തന്നെ സമുദ്രം എന്നൊക്കെ പറയുമ്പോൾ ഈ വേവ്സ് ഒക്കെ ആലോചിക്കാമല്ലോ അല്ലെ. തിരകളൊക്കെ ആലോചിക്കാം. അതിൻ്റെയൊക്കെ ഒരു ട്യൂൺ ഉണ്ടാവില്ലേ, ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ഈ വേവ്സിൻ്റെയൊക്കെ. അപ്പോൾ ട്യൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് ജൂണുമായിട്ട് കണക്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? അപ്പോൾ ജൂൺ 8 എന്ന് പറഞ്ഞാൽ ലോക സമുദ്ര ദിനമാണ്. അതിൻ്റെ തീം എന്താ? റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദി ഓഷ്യൻ. അപ്പോൾ നമ്മൾ ഈ പഠിച്ചാൽ ഇത്രയും കാര്യം ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാലോ അല്ലേ. ലോക സമാധാന ദിനം പറഞ്ഞോ. ലോക സമാധാന ദിനം സെപ്റ്റംബർ 21. 2 പേരിലെ ഒരാളുടെ ടെമ്പർ തെറ്റിക്കഴിഞ്ഞാൽ സമാധാനം പോവും അല്ലേ. ഇനി 2022 പ്രമേയം എന്താ? എൻഡ് റേസിസം, ബിൽഡ് പീസ്. വംശീയത അവസാനിപ്പിക്കുക, സമാധാനം കെട്ടിപ്പടുക്കുക. ലോക പരിസ്ഥിതി ദിനം എന്ന ജൂൺ 5. അതിൻ്റെ തീം എന്താ? ഓൺലി വൺ എർത്ത് അല്ലേ, ഒരേ ഒരു ഭൂമി. 2022 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സ്വീഡൻ ആണ്. അടുത്തത് ജൂൺ 7 അല്ലേ.
അടുത്തത് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്ന ജൂൺ 7-നാണ് അല്ലേ? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഊണാണ് മൈൻഡിലേക്ക് വരേണ്ടത്. അപ്പോൾ ജൂൺ എന്നുള്ള രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ സുരക്ഷ അല്ലെങ്കിൽ 7 നടത്തേണ്ടി വരും അല്ലേ? അപ്പോൾ ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അതിൻ്റെ തീം എന്താ? സേഫർ ഫുഡ്, ബെറ്റർ ഹെൽത്ത്. ഇനി ലോക സമുദ്ര ദിനം. ലോക സമുദ്ര ദിനം എന്നാ ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനം. ഇപ്പോൾ സമുദ്രത്തിലൊക്കെ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെയൊക്കെ ഒരു ട്യൂൺ ആലോചിക്കാം. അപ്പോൾ നമുക്ക് ജൂണായിട്ട് കണക്ട് ചെയ്യാം. 2022 പ്രമേയം എന്താ? റീവൈറ്റലൈസേഷൻ, കളക്റ്റീവ് ആക്ഷൻ ഫോർ ദി ഓഷ്യൻ. അടുത്ത് നോക്കാം, ലോക രക്തദാന ദിനം. എന്നാൽ ലോക രക്തദാന ദിനം ജൂൺ 14-നാണ് ലോക രക്തദാന ദിനം. ഓക്കെ, അതിൻ്റെ പ്രമേയം എന്താ? 2022 പ്രമേയം പരിശ്രമത്തിൽ ചേരൂ, ജീവൻ രക്ഷിക്കൂ. എന്താണ്? പരിശ്രമത്തിൽ ചേരൂ, ജീവൻ രക്ഷിക്കൂ. ഡൊണേറ്റിംഗ് ബ്ലഡ് ഇസ് ആൻ ആക്ട് ഓഫ് സോളിഡാരിറ്റി, ജോയിൻ ദി എഫേർട്ട് ആൻഡ് സേവ് ലൈഫ്സ്. കേട്ടോ, പരിശ്രമത്തിൽ ചേരൂ, ജീവൻ രക്ഷിക്കൂ. ഇനി ഫെബ്രുവരി 14 എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? അതേപോലെ തന്നെ ജൂൺ 14 കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമല്ലേ ലോക രക്തദാന ദിനം. എന്താണ്? ലോക രക്തദാന ദിനം കേട്ടോ. അപ്പോൾ ജൂൺ 14 ലോക രക്തദാന ദിനം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത് നമുക്ക് ജൂൺ 21. ജൂൺ 21 യോഗാ ദിനം. എന്നാണ് യോഗാ ദിനം? ജൂൺ 21-നാണ്. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് 2022 പ്രമേയം യോഗ മനുഷ്യരാശിക്ക് വേണ്ടി, യോഗ ഫോർ ഹ്യൂമാനിറ്റി. എന്താണ്? യോഗ മനുഷ്യരാശിക്ക് വേണ്ടി, യോഗ മനുഷ്യരാശിക്ക് വേണ്ടി. 2022 യോഗാ ദിനത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈസൂരാണ്. എവിടെയാണ് 2022 യോഗാ ദിനത്തിൻ്റെ വേദി? എവിടെയാണ്? മൈസൂർ. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക്കൊക്കെ നമ്മൾ പ്ലേ ചെയ്യില്ലേ, അതിൻ്റെയൊക്കെ ഒരു ട്യൂൺ ഉണ്ടാവില്ലേ? അങ്ങനെ ട്യൂൺ എന്നുള്ള രീതിയിൽ ജൂണായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. ട്യൂൺ ജൂൺ. ഓക്കെ, 21 ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ യോഗാ ദിനം എന്നാണ് ജൂൺ 21. ജൂൺ 21. അതിൻ്റെ പ്രമേയം എന്താ? യോഗ മനുഷ്യരാശിക്ക് വേണ്ടി, യോഗ ഫോർ ഹ്യൂമാനിറ്റി. 2022 യോഗാ ദിനത്തിൻ്റെ വേദി എവിടെയാണ്? മൈസൂരാണ്. എവിടെയാണ്? മൈസൂർ. അടുത്ത് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന ജൂൺ 23-നാണ് കേട്ടോ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23-നാണ്. തീം നോക്കാം, ഒരുമിക്കാം ലോക സമാധാനത്തിന്. എന്താണ്? ഒരുമിക്കാം ലോക സമാധാനത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ 5 വളയങ്ങളുണ്ട് അല്ലേ? 5 വളയങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2+3 5 കിട്ടില്ലേ അല്ലേ? 2+3 5. അപ്പോൾ 5 വളയങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന ജൂൺ 23-നാണ്. ഒരു വർഷത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും ഒളിമ്പിക്സ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ജൂൺ എന്ന് പറയുന്നത് ഏതാണ്ട് പകുതി, ഒരു 6ാമത്തെ മാസമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ പകുതിയോടെ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ 5 വളയങ്ങളുണ്ട്. 5 എന്ന് പറയുമ്പോൾ 2+3 ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണേ. തീം എന്താ? ഒരുമിക്കാം ലോക സമാധാനത്തിന്. അപ്പോൾ ഒന്നും കൂടെ, ലോക രക്തദാന ദിനം എന്ന ജൂൺ 14-നാണ്. തീം എന്താ 2022 പരിശ്രമത്തിൽ ചേരൂ, ജീവൻ രക്ഷിക്കൂ. ഡൊണേറ്റിംഗ് ബ്ലഡ് ഇസ് ആൻ ആക്ട് ഓഫ് സോളിഡാരിറ്റി, ജോയിൻ ദി എഫേർട്ട് ആൻഡ് സേവ് ലൈഫ്സ് അല്ലേ? ഇനി യോഗാ ദിനം എന്ന ജൂൺ 21. യോഗയ്ക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ഒരു ട്യൂൺ ഉണ്ടെന്ന് ആലോചിക്കുക. 21 ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2022 തീം എന്താ? യോഗ മനുഷ്യരാശിക്ക് വേണ്ടി, യോഗ ഫോർ ഹ്യൂമാനിറ്റി. 2022 യോഗാ ദിനത്തിൻ്റെ വേദി ഏതാ? മൈസൂരാണ് അല്ലേ? ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്ന ജൂൺ 23-നാണ് അല്ലേ? ജൂൺ 23-നാണ്. ഒളിമ്പിക്സിന് 5 വളയങ്ങളുണ്ട്. അപ്പോൾ 2+3 ആലോചിക്കുക. അതേപോലെ തന്നെ ഒരു വർഷത്തിൻ്റെ പകുതി ആകുമ്പോഴാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ജൂൺ മാസം കിട്ടും. തീം എന്താ? ഒരുമിക്കാം ലോക സമാധാനത്തിന്. അടുത്തത് ലോക നേഴ്സസ് ദിനമാണ്. ലോക നേഴ്സസ് ദിനം എന്ന മെയ് 12-നാണ് കേട്ടോ. എന്നാണ്? മെയ് 12. ഇനി 2022 പ്രമേയം നമുക്ക് നോക്കാം. നേഴ്സസ് എ വോയിസ് ടു ലീഡ്, ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് റെസ്പെക്ട് റൈറ്റ്സ് ടു സെക്യൂർ ഗ്ലോബൽ ഹെൽത്ത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. നേഴ്സസ് എ വോയിസ് ടു ലീഡ് കേട്ടോ. എ വോയിസ് ടു ലീഡ്, ഇൻവെസ്റ്റ് ഇൻ നഴ്സിംഗ് ആൻഡ് റെസ്പെക്ട് റൈറ്റ്സ് ടു സെക്യൂർ ഗ്ലോബൽ ഹെൽത്ത്. ഇത് നമുക്ക് ഈ ഡേറ്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേഴ്സ് ആവണോ, ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് 12th സ്റ്റാൻഡേർഡിലല്ലേ അല്ലേ? 12th കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഏത് പ്രൊഫഷന് പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ നമുക്ക് 12 ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 12. അതുപോലെ തന്നെ നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലേ? മെയ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാലോ. ഡോക്ടറിൻ്റെ അടുത്ത് പോണേക്കാൾ മുമ്പ് ആദ്യം നേഴ്സുമാരൊക്കെയല്ലേ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മെയ് ആയിട്ട്, ശരീരമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മെയ് 12-നാണ് ലോക നേഴ്സസ് ദിനം.
ഇനി അടുത്ത് നമുക്ക് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം നോക്കാം. എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ബയോഡൈവേഴ്സിറ്റി എന്ന മെയ് 22 അല്ലേ, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഇനി നമുക്കതിൻ്റെ പ്രമേയം നോക്കാം. എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാനൊരു ഭാവി കെട്ടിപ്പടുക്കുക. എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാനൊരു ഭാവി കെട്ടിപ്പടുക്കുക. ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. എന്താണ്? ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ്. ഓക്കെ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യമാണ് അല്ലേ. അപ്പോൾ ജൈവ വൈവിധ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മെയ്യിൽ, നമ്മുടെ ശരീരത്തിൽ 2 വൈവിധ്യമാണ് ഉള്ളതെന്നുള്ള രീതിയിൽ ആലോചിക്കുക. 22 കേട്ടോ, 2 വൈവിധ്യം. അതായത് വൈറ്റ് ഷെയ്ഡും ഒരു ബ്രൗണിഷ് ഷെയ്ഡും അല്ലേ. അപ്പോൾ അങ്ങനെ ആ കളേഴ്സായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 ഷെയ്ഡാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം നമ്മുടെ ശരീരത്തിന് മെയ്ക്ക് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് 22. അടുത്ത് നോക്കാം, ലോക ആരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 കേട്ടോ. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഓക്കെ, ഇനി അതിൻ്റെ പ്രമേയം 2022 പ്രമേയം എന്താ? അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് കേട്ടോ. ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. ഇനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോഗ്യം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമ്മൾ പറയാറില്ലേ, ആൻ ആപ്പിൾ കീപ്സ് എ ഡോക്ടർ എവേ അല്ലേ. അപ്പോൾ ആപ്പിൾ അല്ല ആരോഗ്യത്തിന് ആവശ്യം. അപ്പോൾ ആപ്പിൾ വെച്ചിട്ട് ഏപ്രിലായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആപ്പിൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഏപ്രിൽ കിട്ടും. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ 7 ദിവസം ആപ്പിൾ കഴിക്കണം എന്ന് ആലോചിക്കുക. 7 ദിവസവും കേട്ടോ. ഒരാഴ്ചയിൽ ഓരോ ദിവസവും ആപ്പിൾ കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ ആരോഗ്യമായിട്ട് അല്ലേ. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. പ്രമേയം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത്. അടുത്ത് നോക്കാം, വേൾഡ് എയ്ഡ്സ് ഡേ വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ 1 അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ. അതിൻ്റെ പ്രമേയം 2022 പ്രമേയം എന്ന് പറയുന്നത് ഇക്വലൈസ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വലൈസ്, എല്ലാവരും ഈക്വൽ ആക്കുക അല്ലേ. എയ്ഡ്സ് ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ ആക്കുക, ഇക്വലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ് കേട്ടോ. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് ഏതോ ഒരെണ്ണത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5. എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ 5 വിരലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ലേ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ. അപ്പോൾ അങ്ങനെ 5 നമുക്ക് കണക്ട് ചെയ്യാം. മണ്ണ് നമ്മുടെ 5 വിരൽ വെച്ചിട്ട് എടുക്കണമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. ഡിസംബറായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത്, ഇപ്പോൾ വീടുകളിലൊക്കെ ഈ മണ്ണൊക്കെ കുറവായിരിക്കില്ലേ, എല്ലാവരും ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ലേ ഫ്രണ്ടിലൊക്കെ വരുന്നത്. അപ്പോൾ മണ്ണ് ഡിക്രീസ് ചെയ്യണമെന്ന് ആലോചിക്കുക. ഡിസംബറിൻ്റെ DEC ആയിട്ട് ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5 കിട്ടി. പിന്നെ മണ്ണ് ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഡിസംബർ കിട്ടും കേട്ടോ. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഇനി നമുക്ക് 2022 പ്രമേയം നോക്കാം. മണ്ണ്, ഭക്ഷണം എവിടെ തുടങ്ങുന്നു? സോയിൽസ് വെർ ഫുഡ് ബിഗിൻസ് കേട്ടോ. സോയിൽസ് വെർ ഫുഡ് ബിഗിൻസ്. അടുത്ത് നോക്കാം, സെപ്റ്റംബർ 16 ഓസോൺ ഡേ. ഓക്കെ, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ ദിനം എന്നാൽ സെപ്റ്റംബർ 16. ഓസോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്സിജൻ ആലോചിക്കാം അല്ലേ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O2 ജസ്റ്റ് ആലോചിക്കുക കേട്ടോ. ഓസോണിൻ്റെ ഫോർമുല അല്ല, ഓക്സിജൻ്റെ ഫോർമുല പറഞ്ഞ കേട്ടോ. O2 ആലോചിക്കുക. O2 എന്ന് പറയുമ്പോൾ 8 × 2 അല്ലേ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 8 × 2 16 കിട്ടും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സെപ്റ്റംബർ 16. ഇനി അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഗ്ലോബൽ കോപ്പറേഷൻ പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഓൺ എർത്ത്. എന്താണ്? ഗ്ലോബൽ കോപ്പറേഷൻ പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഓൺ എർത്ത്. ഗ്ലോബൽ കോപ്പറേഷൻ പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഓൺ എർത്ത്. ഇനി അടുത്ത് നോക്കാം, അന്താരാഷ്ട്ര ബാലികാ ദിനം. അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നാൽ ഒക്ടോബർ 11 കേട്ടോ. ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. 2022 സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമയം ഇപ്പോഴാണ്, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി. അവർ ടൈം ഇസ് നൗ, അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. എന്താണ്? നമ്മുടെ സമയം ഇപ്പോഴാണ്, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി. അപ്പോൾ അന്താരാഷ്ട്ര ബാലിക ദിനം എന്ന് പറയുമ്പോണ്ടല്ലോ എടുത്ത് വെച്ചേക്കുന്നത് ഒക്കത്ത് 2 ബാലികമാരെ ഇങ്ങനെ എടുത്തതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. ഒക്കത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒക്ടോബറാണ്. ഒക്കത്ത് 2 പേര്. അപ്പോൾ 1 എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ അന്താരാഷ്ട്ര ബാലിക ദിനം ഒക്കത്ത് 2 പേര് കേട്ടോ. അപ്പോൾ 2 1. ഓക്കെ, അപ്പോൾ 2022 സന്ദേശം എന്താ? നമ്മുടെ സമയം ഇപ്പോഴാണ്, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി. അവർ ടൈം ഇസ് നൗ, അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, വേൾഡ് എയ്ഡ്സ് ഡേ എന്നാൽ ഡിസംബർ 1. തീം എന്താ? ഇക്വലൈസ് ആണ് അല്ലേ. ലോക മണ്ണ് ദിനം എന്നാൽ ഡിസംബർ 5 ഡിക്രീസ് ചെയ്യും. പിന്നെ 5 വിരൽ വെച്ചിട്ട് കളിക്കണമൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. സന്ദേശം എന്താ? മണ്ണ്, ഭക്ഷണം എവിടെ തുടങ്ങുന്നു? സോയിൽസ് വെർ ഫുഡ് ബിഗിൻസ്. പിന്നെ സെപ്റ്റംബർ 16 എന്താ? ഓസോൺ ദിനമാണ് അല്ലേ. ഓസോൺ ഡേ ആണ്. ഗ്ലോബൽ കോപ്പറേഷൻ പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഓൺ എർത്ത്. പ്രൊട്ടക്റ്റിംഗ് ലൈഫ് ഓൺ എർത്ത്.
ഇനി അന്താരാഷ്ട്ര ബാലിക ദിനം എന്ന ഒക്ടോബർ 11-നാണ് അല്ലേ? അന്താരാഷ്ട്ര ബാലിക ദിനം ഒക്ടോബർ 11. സന്ദേശം എന്താ? നമ്മുടെ സമയം ഇപ്പോഴാണ്, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി. അവർ ടൈം ഇസ് നൗ, അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും അത്യാവശ്യം തലയിൽ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കിത് പഠിച്ചിട്ടുണ്ടെന്ന് ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടെസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ലോക മണ്ണ് ദിനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോക മണ്ണ് ദിനം. മണ്ണെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. ആൻസർ എന്താ വരുന്നത്? ആൻസർ ഡിസംബർ 5 അല്ലേ? ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ മണ്ണ് 5 വിരൽ വെച്ചിട്ട് കളിക്കുന്നതായിട്ട് ആലോചിക്കുക. പിന്നെ മണ്ണ് കുറയാണ്, അപ്പോൾ ഡിക്രീസ് എന്നുള്ള രീതിയിൽ DEC ആയിട്ട് എടുക്കുക അല്ലേ? ഡിസംബർ 5. ഇനി അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്. ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ യെസ്, ആൻസർ ജൂൺ 23-നാണ് അല്ലേ? ജൂൺ 23. ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ 5 വലയങ്ങൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടും. അതുപോലെ തന്നെ ഒരു വർഷത്തിൻ്റെ പകുതി ആകുമ്പോഴാണ് ഒളിമ്പിക്സുകളിലെ ജൂൺ മാസമാണെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനം എന്നാണ്. പറഞ്ഞോളൂ. ആൻസർ ഏപ്രിൽ 7-നാണ് അല്ലേ? ഏപ്രിൽ 7-നാണ്. അപ്പോൾ ആരോഗ്യം വരണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? ആപ്പിൾ കഴിക്കണം. അപ്പോൾ ഏപ്രിൽ കിട്ടി, 7 ദിവസം കഴിക്കണം അല്ലേ? ഒരാഴ്ചയിൽ 7 ദിവസവും കഴിക്കണം. അടുത്ത ചോദ്യം, ലോക സമാധാന ദിനം. ലോക സമാധാന ദിനം നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ് കേട്ടോ. യെസ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, സെപ്റ്റംബർ 21-നാണ് അല്ലേ? 2 പേരിൽ ഒരാളുടെ ടെമ്പർ തെറ്റിക്കഴിഞ്ഞാൽ സമാധാനം പോവും എന്ന് ആലോചിക്കുക അല്ലേ? അപ്പോൾ സെപ്റ്റംബർ 21. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് ലോക സമുദ്ര ദിനം എന്നാണ്. ലോക സമുദ്ര ദിനം എന്നാ? പറഞ്ഞോളൂ. ലോക സമുദ്ര ദിനം ആൻസർ ജൂൺ 8-നാണ് അല്ലേ? ജൂൺ 8-നാണ്. നമ്മൾ പറഞ്ഞു സമുദ്രത്തിലൊക്കെ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ 8-ൻ്റെ പണി കിട്ടും. അതുപോലെ തന്നെ ഒരു ട്യൂണാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ട്യൂൺ വെച്ചിട്ട് നമ്മൾ ജൂണായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ 5 ക്വസ്റ്റ്യൻസാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് വെച്ച്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പോർഷൻ ആയിരുന്നു അല്ലേ? കാരണം ഈ നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ.